അതിന്റെ ഷൂട്ടിലാണ്. ഞങ്ങൾക്ക് പരാതിയില്ല. അതേപോലെ തന്നെ ഇതിന്റെ പോസ്റ്റേഴ്സ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യോ യാതൊരു ഇതും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അഹാന നല്ലൊരു നടിയാണ്. അഹാനെ പറഞ്ഞ് ഇതുപോലെ ഷെയർ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഞാൻ മാക്സിമം എൻ്റെ ബെസ്റ്റ് അഹാനയോട് സംസാരിച്ചിരുന്നു. ഇതിൻ്റെ പ്രൊഡക്ഷനും PROസും എല്ലാവരും സംസാരിച്ചിരുന്നു. ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ബട്ട് എനിക്ക് തോന്നുന്നു മനു ഉണ്ടായിരുന്ന സമയത്ത്, ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ പുള്ളിക്കാർക്ക് ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല. 3 years കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയാണെങ്കിലും ആഫ്റ്റർ ഓൾ 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്ന് സഹകരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് എനിക്കറിയില്ല. ചേട്ടാ, ഇതുകൊണ്ടുകൂടിയാണോ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്? കാരണം വെച്ചാൽ അതായത് പ്രമോഷൻ സമയത്ത് അഭിനേതാക്കൾ പലപ്പോഴും സഹകരിക്കുന്നില്ല. ഇത് ആദ്യമായിട്ട് വരുന്നൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആക്ടേഴ്സിന് പ്രതിഫലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ് വെച്ച് അല്ലെങ്കിൽ ഒരു 30% ആദ്യമേ, പിന്നെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കില്ല. ഈ ബിബുചേട്ടൻ്റെ കാര്യവും ഈ കാര്യവും എന്നുള്ള 2 കാര്യങ്ങൾ ഇതിപ്പോ റീസെന്റ് ആയിട്ട് നടന്നതാണെന്ന് പറയും. അല്ലാതെ ഇത് ഒരുപാട് സംഭവിക്കുന്നുണ്ടോ ഇൻഡസ്ട്രി? നമ്മൾ സ്ഥിരത്തിന് മുമ്പിലായതുകൊണ്ടേ. അവരുടെ ആക്ച്വൽ റീസൺസ് അസോസിയേഷൻ മറ്റൊരു ചിത്രത്തിന് മറ്റൊരു നടി ഇതേപോലെ ചെയ്തിട്ടില്ലായിരുന്നു. പേര് പറയുന്നില്ല. എന്താണെന്നറിയോ, നിങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് വെച്ചാൽ ബെറ്ററാണ്. ഇത് ഫീഡിൽ വരുമ്പം ചോദ്യമില്ല. ഇവിടെ ഇരിക്കുന്നവർ വെറുതെ ഉത്തരം. അല്ല, ഇതിനു മുമ്പ് പല ഇൻസിഡൻസ് ഷൈൻഡോമിന്റെ ചിത്രത്തിൽ നായിക ഇതേപോലെ ചെയ്തിരുന്നു. ഫാത്വാസിന്റെ ചിത്രത്തിൽ ഇതേപോലെ സംഭവിച്ചിരുന്നു. ഇതിപ്പോ കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ് ആദ്യമേ കിട്ടുന്നതുകൊണ്ട് പിന്നെ പ്രമോഷന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഇപ്പൊ നൈന പറഞ്ഞ പോലെ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവാം 2 കൂട്ടർ. അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു മുറിയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായക്കാരല്ല പൊതുവെ. ഒരിക്കലും നമ്മൾക്കൊരു ഇഷ്യൂ വരുമ്പം ഉടനെ അത് സമൂഹ മധ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ല. നെവർ ടു ദ മീഡിയ. അല്ല, നിങ്ങൾ ക്രൂരൻ, നിങ്ങൾ മിററാണ്, നിങ്ങൾ ആവശ്യമാണ്. പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിങ്ങളുടെ സഹായം വേണ്ട. ഞാൻ അത് തന്നെ ചെയ്യും. ഞാൻ പോയി ഹാൻഡിൽ ചെയ്യും. എൻ്റെ സംഘടനയിലുള്ള എന്നെ സഹായിച്ചിട്ടുള്ള അതേ സംഘടനകളിൽ പോയി കാണും. ഞാൻ മീഡിയയിൽ വന്ന് പറയാറുണ്ടോ? നൈന ഇത്രയും കാലമായിട്ടും എൻ്റെ അറിവിലില്ലായിരുന്നു. നൈന ഇത്രയും കാലം ഇത് പറഞ്ഞിട്ടുണ്ട്. എഗ്രിമെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൊമോഷനാണോ അഹാനായിട്ട് എഗ്രിമെന്റ് ഒന്നുമില്ല. നാൻസിറാണി എന്നുള്ള സിനിമ റിലീസാകുമ്പോൾ അതിന്റെ പ്രൊമോഷന് വരണമെന്നുള്ള എഗ്രിമെന്റ് ഒന്നും അഹാനായിട്ട് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. നോർമലി നമ്മളെല്ലാവരും എഗ്രിമെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാൻ മേ ബി. എന്താണ് റീസൺ എക്സാക്ട്ലി എനിക്കും അറിയത്തില്ല. എന്തൊക്കെ പറയാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ അത് മുഴച്ചേണ്ടത് ഏത് സിനിമയുടെ ആയിക്കോട്ടെ. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ നാച്ചുറാണ്. ഇപ്പം ചേച്ചിക്കും സോഞ്ചേട്ടനും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവൻ ഈ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ട്. മനുവിന് വേണ്ടി ഈ സിനിമ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ലാലേട്ടൻ ഇത് ഇറക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. വി ആർ വെരി താങ്ക്സ്. കാര്യം അത് അവന് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ വന്നതാണ്. സിനിമ എന്തോ ആയിക്കോട്ടെ, ഇപ്പം നല്ലതായിരിക്കാം മോശമായിരിക്കാം. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും നാളും ഇറങ്ങാതിരുന്നൊരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ 1 മാസമാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനും ഭയങ്കര പ്രസക്തിയുണ്ട്. അപ്പം നന്നായി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ എന്നും അറിയാം.